ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 4000-ൽ പരം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലാണ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 15/4/2024 മുതലാണ്. 14/5/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 3577 ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 631 ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ടോട്ടൽ 4208 ഒഴിവുകൾ വന്നിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 384 ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 68 ഒഴിവാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 452 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നുമുള്ള 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. ഇനി ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 18 മുതൽ 28 വയസ്സ് വരെയും സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് 20 മുതൽ 28 വയസ്സ് വരെയുമാണ് ഏജ് ലിമിറ്റ് വരുന്നത്. SC/ST വിഭാഗക്കാർക്ക് 5ഉം OBC വിഭാഗക്കാർക്ക് 3ഉം PWD വിഭാഗക്കാർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഫേസ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT ആണ് ഉണ്ടായിരിക്കുക. ഫേസ് 2 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ആണ് വരുന്നത്. ഫേസ് 3 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBTൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 120 മാർക്കിൻ്റെ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. സബ്ജക്റ്റ് വരുന്നത് അരിത്തമെറ്റിക് 35 മാർക്കിൻ്റെ 35 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്കിൻ്റെ 35 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 50 മാർക്കിൻ്റെ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് 120 മാർക്കിൻ്റെ 120 ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ OBC വിഭാഗക്കാർക്ക് ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ചെസ്റ്റിൻ്റെ അളവ് 80 to 85 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. SC/ST വിഭാഗക്കാർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 160 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 152 സെൻറ്റിമീറ്ററും ചെസ്റ്റിൻ്റെ അളവ് 76.2 to 81.2 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അതർ കാറ്റഗറിക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 163ഉം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 155ഉം ചെസ്റ്റ് 80 to 85 ആണ് വേണ്ടത്. അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് വരുന്നത്. സബ് ഇൻസ്പെക്ടർ മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ റണ്ണിംഗ് 6 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ പൂർത്തിയായിരിക്കണം. ലോങ് ജമ്പ് 12 ഫീറ്റും ഹൈ ജമ്പ് 3.9 ഫീറ്റുമാണ് വേണ്ടത്. സബ് ഇൻസ്പെക്ടർ ഫീമെയിൽ തസ്തികയിലേക്ക് 800 മീറ്റർ റണ്ണിംഗ് 4 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ലോങ് ജമ്പ് 9 ഫീറ്റും ഹൈ ജമ്പ് 3 ഫീറ്റുമാണ് വേണ്ടത്. കോൺസ്റ്റബിൾ മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ റണ്ണിംഗ് 5 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ പൂർത്തിയായിരിക്കണം. ലോങ് ജമ്പ് 14 ഫീറ്റും ഹൈ ജമ്പ് 4 ഫീറ്റുമാണ് വേണ്ടത്. കോൺസ്റ്റബിൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 800 മീറ്റർ റണ്ണിംഗ് 3 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ പൂർത്തിയായിരിക്കണം. ലോങ് ജമ്പ് 9 ഫീറ്റും ഹൈ ജമ്പ് 3 ഫീറ്റുമാണ് വേണ്ടത്. ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 21,700ഉം സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് 35,400 രൂപയുമാണ് സാലറി ലഭിക്കുക. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC/ST PWD വിഭാഗക്കാർക്ക് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF കോൺസ്റ്റബിളിലേക്കും SIയിലേക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ
ക്ഷണിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരിക. ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള എക്സാം പാറ്റേൺ, സിലബസ്, നെഗറ്റീവ് മാർക്കിങ്, എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരിക തുടങ്ങിയ സിലബസ് വീഡിയോ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. അപേക്ഷ തുടങ്ങിയിട്ടില്ല, നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ആപ്ലിക്കേഷൻ തുടങ്ങും. ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ നിങ്ങൾ അറിയിക്കുന്നതാണ്. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫേസ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ആദ്യം നടത്തുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് RRB ആണ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഷാൾ ബി ഫിക്സ്ഡ് ബൈ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ഡേറ്റ് ആൻഡ് ടൈം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് അവർ തന്നെയാണ്. ലാംഗ്വേജ് നമുക്കറിയാം, മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാമിനേഷൻ, സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണെങ്കിൽ ഗ്രാജുവേഷൻ ലെവലും, പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് ലെവലാണ് എക്സാം. ഇനി ഇവിടെ കാണാം, ഇറ്റ് വിൽ ബി നെസസറി ടു ഒബ്റ്റെയിൻ 35% മാർക്ക്. നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത് 35% മാർക്കാണ്. 30% മാർക്ക് SC/ST കാൻഡിഡേറ്റ്സിന് മതി. അപ്പോൾ 120 മാർക്കാണ്. 120 മാർക്കിൽ 35% വേണ്ടത്, 35 മാർക്കല്ല, ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ സിലബസാണ് പറയാൻ പോകുന്നത്. സബ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും സെയിം സിലബസാണ്, വ്യത്യാസമൊന്നുമില്ല. ടൈം അലൗഡ് 90 മിനിറ്റ്സ് ആണ്. 2 എക്സാമിനും 2 പോസ്റ്റിലേക്കും 90 മിനിറ്റാണ് ടൈം എക്സാമിന്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സെയിം ആണ്, 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 50 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സിൻ്റെ ഭാഗത്തുനിന്നും, 35 ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക്, പിന്നെ 35 ക്വസ്റ്റ്യൻസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും സെയിം ആണ്, കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമും കോൺസ്റ്റബിൾ ആണെങ്കിൽ 10ാം ക്ലാസ് ലെവലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് ആണ്. Questions will be aimed at testing the candidate's general awareness of the environment around him or her. നമ്മുടെ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ആർട്ട് ആൻഡ് കൾച്ചർ, ജിയോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പോർട്സ്, ജനറൽ സയൻസ്, ഇത്രയും ഭാഗത്തു നിന്നാണ് ജനറൽ അവയർനെസ് എന്ന് ക്വസ്റ്റ്യൻസ് വരിക. ഒന്നുകൂടെ ഞാൻ പറയാം. ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇന്ത്യൻ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, ജിയോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പോർട്സ്, ജനറൽ സയൻസ്. പിന്നെ അരിത്തമെറ്റിക് ആണ്, പേര് പോലെ തന്നെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ക്വസ്റ്റ്യൻസ് ഓൺ നമ്പർ സിസ്റ്റം, ഹോൾ നമ്പേഴ്സ്, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ളത്, അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ളത്, ആവറേജ് കണ്ടുപിടിക്കാൻ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് P&L, ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. യൂസ് ഓഫ് ടേബിൾസ് ആൻഡ് ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും വരും. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസാണ് അരിത്തമെറ്റിക് എന്ന് വരിക. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് അരിത്തമെറ്റിക്കിൻ്റെ ഭാഗത്തുനിന്ന്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് 3ാമത്തെ പാർട്ട്. ക്വസ്റ്റ്യൻസ് ഓൺ അനലോജീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, പ്രോബ്ലം സോൾവിങ് അനലൈസിസ്, പിന്നെ ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേറ്റിംഗ് ഒബ്സർവേഷൻ, റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്സ്, പിന്നെ അരിത്തമെറ്റിക് റീസണിംഗ്, വെർബൽ ആൻഡ് ഫിഗർ ക്ലാസിഫിക്കേഷൻ, അരിത്തമെറ്റിക് നമ്പർ സീരീസ്, നോൺ വെർബൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സിലോജിസ്റ്റിക് റീസണിംഗ് തുടങ്ങിയ ഭാഗത്തു നിന്നാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജനറൽ അവയർനെസ്, അരിത്തമെറ്റിക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ഇതാണ് സിലബസ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ് ഉണ്ടാവുക. 120 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 3 എണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ 3 എണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ 1/3 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ. ശരി ഉത്തരത്തിൽ നിന്ന് 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ അറിയുന്നത് മാത്രം അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് സിലബസും കാര്യങ്ങളും എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു എക്സാം പാസ്സായ പിന്നെ വരുന്നത് നമുക്കറിയാം PET, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായ PMT, ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ, ഡോക്യുമെൻറ്റേഷൻ, മെറിറ്റ്, ഇങ്ങനെയൊക്കെയാണ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപേക്ഷ ഈ മാസം
അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഉണ്ടാകുമെന്ന് കൺഫേം ആണ്. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. പഠിക്കാൻ പറ്റിയ ബുക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആപ്പുകൾ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ആപ്പ് ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിലബസ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFൻ്റെ കോൺസ്റ്റബിൾ SI നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 2019 ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചത്. അതിൻ്റെ കട്ട് ഓഫ് ഡീറ്റെയിൽസാണ് പറയുന്നത്. എത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം, ഏകദേശം ധാരണ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. വീഡിയോ ആയിട്ട് ചെയ്തതാണ്, വീഡിയോ കണ്ടുവരിക. അതുപോലെ തന്നെ സിലബസിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ വാക്കൻസി കാണാം. ഇവിടെ ടോട്ടൽ ബോയ്സിന് 4403 4216 ഗേൾസിനും വാക്കൻസി വന്നിട്ടുണ്ട്. ഇത്തവണ വാക്കൻസി കുറച്ച് കുറവാണ്. മൊത്തം 2250 വാക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ തവണ ഗേൾസിനും ബോയ്സിനും കൂടി ടോട്ടൽ 8600-ലധികം വാക്കൻസി വന്നിട്ടുണ്ട്. ഇത്തവണ 2250 വാക്കൻസി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടാനും ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ തവണത്തെ വാക്കൻസി വെച്ച് കട്ട് ഓഫ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കട്ട് ഓഫ് കൂടാനും ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത്തവണ വാക്കൻസി കൂടാമെന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ കട്ട് ഓഫും കുറയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ ഓരോ ഗ്രൂപ്പ് ഇവിടെ കാണാം. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, അങ്ങനെ F ഗ്രൂപ്പ് വരെ ഉണ്ട്. ഇപ്പോൾ A ഗ്രൂപ്പ് ആണെങ്കിൽ സദേൺ റെയിൽവേ, സദേൺ വെസ്റ്റേൺ റെയിൽവേ, അങ്ങനെ B ഗ്രൂപ്പ് ആണെങ്കിൽ സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ തുടങ്ങിയ റെയിൽവേകളാണ്. സോണുകളാണ്, ഓരോ ഗ്രൂപ്പുകളാണ് A, B, C. ഈസ്റ്റേൺ റെയിൽവേ ഒക്കെ വരുന്നത് C ഗ്രൂപ്പാണ്. നോർത്തേൺ റെയിൽവേ, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ, നോർത്ത് വെസ്റ്റേൺ റെയിൽവേ അതൊക്കെ ഗ്രൂപ്പ് D ആണ്. പിന്നെ RPSF വരുന്നത് ഗ്രൂപ്പ് F ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ കട്ട് ഓഫാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗ്രൂപ്പ് Aയുടെ കട്ട് ഓഫ് ഫീമെയിൽസിനാണെങ്കിൽ OBC 46, SC 41, ST 38, UR 47. ഇനിയിപ്പോൾ ബോയ്സിനാണെങ്കിൽ OBC 93, SC 77, ST 76, UR 79, എക്സ് സർവീസ്മാൻ 36. അങ്ങനെയാണ് കട്ട് ഓഫ്. അപ്പോൾ 120 മാർക്കിനാണ് പരീക്ഷ. അതിൽ 46 മാർക്ക് വാങ്ങിയ OBC പെൺകുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, 41 SC. അപ്പോൾ ഇപ്രകാരമാണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. ബോയ്സിനാണെങ്കിൽ 93 OBC, UR ആണെങ്കിൽ 79. ഇത് ഗ്രൂപ്പ് A ആണ്. ഇനിയിപ്പോൾ ഗ്രൂപ്പ് B ആണെങ്കിൽ കാണാം OBC പെൺകുട്ടികൾ 49, SC 49, UR 57, ST 43. ആൺകുട്ടികളുടെ ആണെങ്കിൽ UR 87, OBC 88. ഏകദേശം ഒരു 80-85 റേഞ്ചാണ് ഗ്രൂപ്പ് Bയിലേക്ക് വന്ന കട്ട് ഓഫ്. ഗ്രൂപ്പ് C ആണെങ്കിൽ OBC 47 പെൺകുട്ടികൾക്ക് 40, SC 39, ST UR 52. ഇനി ബോയ്സിനാണെങ്കിൽ 87 OBC, SC 78, ST 75, UR 86. അങ്ങനെയാണ് കട്ട് ഓഫ് ഗ്രൂപ്പ് C. ഗ്രൂപ്പ് D 60 പെൺകുട്ടികൾക്ക് OBCയിൽ. പിന്നെ SC ആണെങ്കിൽ 51, ST 47, UR 64. ഇനി ബോയ്സിനാണെങ്കിൽ 92 OBCക്ക്. പിന്നെ ഗ്രൂപ്പ് F ആണെങ്കിൽ OBC 84, SC 70, ST 68, UR 86. ഗ്രൂപ്പ് Fലേക്ക് പെൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെയും കട്ട് ഓഫാണ് ഇപ്പോൾ പറഞ്ഞത്. ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് കട്ട് ഓഫുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 75 to 90 ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ബോയ്സിൻ്റെ കേസാണ് പറഞ്ഞത്. ഇത് ഓരോ ഗ്രൂപ്പിനും ഓരോ കട്ട് ഓഫാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് കഴിഞ്ഞ തവണത്തെ RPF കട്ട് ഓഫ്. ഇത്തവണ വാക്കൻസി കൂടിയാൽ കട്ട് ഓഫ് കുറയും. അങ്ങനെയാണ് നമുക്കറിയാം. വാക്കൻസി ഇൻക്രീസ് ആവുന്നതോറും കട്ട് ഓഫ് കുറയുന്നതാണ്. വാക്കൻസി ഇത്തവണ വളരെ കുറവാണ്. കോമ്പറ്റീഷൻ കൂടാനും ചാൻസ് ഉണ്ട്. വാക്കൻസി കൂടട്ടെ, കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. നല്ലൊരു അവസരം തന്നെയാണ് പെൺകുട്ടികൾക്ക്. പ്രത്യേകിച്ച് മിനിമം 50 മാർക്ക് വാങ്ങിയ പെൺകുട്ടികൾക്ക് കഴിഞ്ഞ തവണ ജോലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾക്കും നല്ലൊരു അവസരം തന്നെയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ ഫോർവേഡ് ചെയ്യുക. RPF കട്ട് ഓഫാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫ്രണ്ട്സ്. അപ്പോൾ
റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRBയുടെ RPF കോൺസ്റ്റബിൾ SI നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്ന കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മൊബൈൽ വഴി ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോ, ജസ്റ്റ് ക്വാളിഫിക്കേഷനും ഏജും ഫീസിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓൾറെഡി മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ്, എക്സാം തുടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ ലിങ്കും പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്കും ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ RRBയുടെ സൈറ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കാണാം 15 ഏപ്രിലിന് ആപ്ലിക്കേഷൻ തുടങ്ങി. 14 മെയ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പോസ്റ്റ്, ഒന്ന് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്, 2 പോസ്റ്റാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സബ് ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രിയും കോൺസ്റ്റബിളിലേക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ്സാണ് യോഗ്യത. അപ്പോൾ നിങ്ങൾക്ക് 2 ക്വാളിഫിക്കേഷനും ഉണ്ട്. 2ലേക്കും താല്പര്യമുണ്ടെങ്കിൽ 2ലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റബിളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതിന് വേണ്ട നിങ്ങൾ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്, 2 ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു RRBയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോഴാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. നമ്മൾ PSCയിലൊക്കെ ചെയ്യുന്ന പോലെ 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ മുന്നേ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അതിന് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്താൽ മതി. നിങ്ങൾ ALP റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞു നമുക്കറിയാം. അതുപോലെ തന്നെ ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റും കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്ന് ശ്രദ്ധിക്കുക. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ALP ടെക്നീഷ്യൻ ഈ 2 റിക്രൂട്ട്മെൻറ്റിനൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് 2ാമത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പ്രകാരം നിങ്ങളുടെ ഫുൾ നെയിം അടിക്കുക. അതിനുശേഷം അത് റീടൈപ്പ് ചെയ്യുക. നെയിം ഇവിടെ റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പേര് മാറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ yes, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നോ ടിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു കലണ്ടർ ടിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കലണ്ടറിലാണ് കൊടുക്കുന്നത് ഫസ്റ്റ്. രണ്ടാമത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ 2 പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിലാണെങ്കിൽ മെയിൽ കൊടുക്കുക. പിന്നെ റീസെലക്ട് കൊടുക്കുക. അതായത് രണ്ടാമത് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അച്ഛൻ്റെ പേരോട് അടിക്കുക, കൺഫേം ചെയ്യുക. അമ്മയുടെ പേരോട് അടിക്കുക, അതും കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ യൂസിങ് ആധാർ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഒരു OTP വരും. ആ ഒരു OTP നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ലൈസൻസോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ പറ്റും. ഒട്ടുമിക്ക പേർക്കും ആധാർ കാർഡ് ഉണ്ടാവും. അതുകൊണ്ട് ആധാർ കാർഡ് വെരിഫൈ യൂസിങ് ആധാർ കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ഇമെയിൽ OTP കൊടുക്കുക. ഇമെയിലിലേക്ക് ഒരു OTP പോകും. ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇതേപോലെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് OTP കൊടുക്കുക. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പേര് @123 ആ ഒരു ഓപ്ഷനിൽ കൊടുത്താൽ മതി. നിങ്ങളുടെ പേര് @123 അല്ലെങ്കിൽ @456 അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. കാരണം പേരും വേണം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, പിന്നെ ഒരു നമ്പറും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പാസ്വേഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കോമൺ ആയിട്ട് കൊടുക്കുന്ന പാസ്വേഡ് ആയാലും മതി. അതിനുശേഷം നിങ്ങൾ കൺഫേം പാസ്വേഡിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അടിച്ച പാസ്വേഡ് തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫോണിൽ കാണുന്ന ക്യാപ്ച തെറ്റാതെ ഇവിടെ അടിക്കുക. അതിനുശേഷം പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഹോമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ഹോം. അപ്ലൈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും നിങ്ങൾ ഒരു ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ ഒരു പാസ്വേഡും അടിച്ച് ക്യാപ്ചയും അടിച്ച് ലോഗിൻ കൊടുക്കുക. അപ്പോൾ 2 റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. RPF SI അതുപോലെ തന്നെ RPF കോൺസ്റ്റബിൾ. നിങ്ങൾ ഏതിനാണോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ
സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ RPF കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ മെർഷ്യൽ സ്റ്റാറ്റസ് ആണ് ആദ്യം ചോദിക്കുന്നത്. അൺമാരിഡ് ആണോ അൺമാരിഡ് കൊടുക്കുക. പിന്നെ നിങ്ങൾ റിലീജിയൻ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു കൊടുക്കുക. നിങ്ങളുടെ മദർ ടങ് മലയാളം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എക്സാമിന് വേണ്ട ലാംഗ്വേജാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ പെർമനൻറ്റ് വിസിബിൾ മാർക്ക് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. രണ്ടാമത്തെ മാർക്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി SC/ST OBC ആണോ UR ആണോ അത് സെലക്ട് ചെയ്യുക. SC/ST OBCക്കാർക്ക് ഒരു ഫോർമാറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. URകാരാണെങ്കിൽ വേണ്ട. അപ്പോൾ UR ആണെങ്കിൽ ഇവിടെ UR സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ അതൊക്കെ SC/STക്കാർക്കാണ് അടിച്ചു കൊടുക്കുക. OBCക്കാർക്കും വരുന്നുണ്ട്. ഇഷ്യൂയിങ് അതോറിറ്റി നിങ്ങളുടെ ഇഷ്യൂയിങ് അതോറിറ്റി സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള. ഡേറ്റ് ഓഫ് ഇഷ്യൂ അതിവിടെ കലണ്ടറിൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ റെയിൽവേ പാസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. S കൊടുക്കുക. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു OBC SC/STക്കാർക്ക് ഒരു അപ്ലോഡ് ഡോക്യുമെൻറ്റ് കൊടുക്കണം. നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഹോം പേജിൽ വന്ന ഡൗൺലോഡ് ഫോർമാറ്റ് ഓപ്ഷൻ കാണാം. ഇവിടെ SC/ST സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ്, EBC, EWS, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് കാണാം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇവിടെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ അഡ്രസ് ഡീറ്റെയിൽസ് നിങ്ങളുടെ അഡ്രസ്സാണ് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കേരള സെലക്ട് ചെയ്യണം ഇവിടെ. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, പിന്നെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വില്ലേജ്, പിൻകോഡ് ഇത്രയും അടിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ടിക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഓപ്ഷനും ഫില്ലാവും. അതിനുശേഷം നിങ്ങൾ സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ടിക്ക് കൊടുക്കേണ്ടത് റീടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, സേവ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ S കൊടുക്കുക. S കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണം. ഞാൻ ജസ്റ്റ് നോ കൊടുത്തു. പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലെങ്കിൽ നോ കൊടുക്കുക. EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. S കൊടുത്താൽ അതൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ ആപ്ലിക്കൻറ്റ് റെയിൽവേ എംപ്ലോയി ആണെങ്കിൽ S, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആർ യു എ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റൈസ് ആണെങ്കിൽ S കൊടുക്കുക. അതായത് റെയിൽവേ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. നിങ്ങളുടെ ഫീസ് ഡിഡക്റ്റ് ആവും. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക, കൺഫേം ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ രണ്ടാമത് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം IFSC കോഡ് അടിക്കുക, ബാങ്കിൻ്റെ പേര്, പിന്നെ ബാങ്കിൻ്റെ അഡ്രസ്സ് ഇത്രയും അടിച്ച് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മതി. ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾ ആഡ് കൊടുക്കുക. അപ്പോൾ മെട്രിക്കുലേഷൻ സെലക്ട് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് രാജസ്ഥാൻ അല്ല, നമ്മൾ കേരള കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഡെമോ കാണിച്ചതാണ്. കേരള കൊടുക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ബോർഡ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ. പിന്നെ ഡേറ്റ് ഓഫ് പാസിംഗ് 10ാം ക്ലാസ് പാസ്സായ വർഷവും ഡേറ്റും ആ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റോൾ നമ്പർ 10ാം ക്ലാസ് റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡെമോസ് കാണാം. ഇത്തരത്തിലുള്ള ഫോട്ടോസ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ, നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോട്ടോൻ്റെ സൈസ് വരുന്നത് 30 KB മുതൽ 70 KB ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഫോട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് സൈസ് കുറച്ചിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബ്രൗസ് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ സൈസ് വരുന്നത് JPG ഫോർമാറ്റ് 30 KB മുതൽ 70 KB തന്നെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ബ്രൗസ് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പ്ലേസാണ് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ സ്ഥലം പ്ലേസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ കാണാം, അത് നിങ്ങൾ കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴേ സാധിക്കുള്ളൂ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കാണാം എഡിറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ
എല്ലാം ഓക്കെ ആണെങ്കിൽ റീഡ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഇനി ഫീസ് അടയ്ക്കേണ്ട ഓപ്ഷനാണ് 250 രൂപയാണ് ഫീസ്. SC/ST വിഭാഗത്തിലുള്ളവർക്കും പെൺകുട്ടികൾക്കും 250 രൂപയാണ്. അതിൽ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫീസ് നമ്മുടെ ബാങ്കിലേക്ക് റീഫണ്ട് ആവും. എക്സാം എഴുതാൻ പോയില്ലെങ്കിൽ മാത്രമേ 250 രൂപ മൊത്തമായിട്ട് അവരെടുക്കുള്ളൂ. അപ്പോൾ ജനറൽക്കാരാണെങ്കിൽ 500 രൂപയാണ് വരുന്നത്. 500 രൂപയിൽ 400 രൂപ അവർ റീഫണ്ട് ചെയ്യും എക്സാം എഴുതാൻ പോയാൽ. അപ്പോൾ 100 രൂപയാണ് ഫീസ് വരുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ എക്സാം ഫീസ് അടയ്ക്കേണ്ട ഓപ്ഷനാണ് പേ നൗ കൊടുക്കുക. അപ്പോൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, GPay വഴി, UPI വഴിയൊക്കെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. അപ്പോൾ UPI കൊടുക്കായിരിക്കും ഒന്നുകൂടെ നന്നായിരിക്കുക. ഗൂഗിൾ പേ വഴി ഡയറക്റ്റ് പേയ്മെൻറ്റ് പോയിരിക്കും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ പേ നൗ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫീസ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി നമ്മുടെ ആപ്ലിക്കേഷനും സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ RPF കോൺസ്റ്റബിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക. കോൺസ്റ്റബിളിലേക്കും SIയിലേക്കും ഇതേ മെത്തേഡ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ, ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പഠിച്ച് തുടങ്ങുക. എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ വരുന്നതാണ്. പഠിക്കാൻ പറ്റിയ ബുക്സ് കാര്യങ്ങളും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ആപ്ലിക്കേഷൻ വീഡിയോ നമ്മുടെ ചാനൽ വഴിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടും കാണിക്കുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കോൺസ്റ്റബിൾ SI നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നത് 2018 ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. 2024 നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ലാസ്റ്റ് വന്നത് 2018 അന്ന് എത്ര വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു, എത്ര പേരെ ജോലിയിലേക്ക് പ്രവേശിച്ചു, ജോലിയിലെടുത്തു എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RPF അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അപ്ലൈ ചെയ്തവരും വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. കാരണം ഏകദേശം ധാരണ കിട്ടും, എത്ര വാക്കൻസി, എത്ര പേരെ സെലക്ട് ചെയ്യുന്നുണ്ടെന്ന് ഏകദേശ ധാരണ കിട്ടും. അപ്പോൾ RPF സൈറ്റിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് കാണാം. ഇതൊന്ന് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ റിക്രൂട്ട്മെൻറ്റ്സ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കംപ്ലീറ്റഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ കാണാം സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് വാക്കൻസി 611 ജനറൽ, 238 OBC, 175 SC, 97 ST, മൊത്തം 1121 വാക്കൻസിയാണ് 2018 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വാക്കൻസി ഫില്ലായതും കാണാം. എല്ലാ വാക്കൻസിയും ഫില്ലായിട്ടുണ്ട്. ഇനി കോൺസ്റ്റബിളിലേക്കാണെങ്കിൽ കോൺസ്റ്റബിളിൻ്റെ കേസ് ജനറൽ 5736 5720 വാക്കൻസിയാണ് ഫില്ലായിട്ടുള്ളൂ. 1183 OBCയിൽ 1166 വാക്കൻസിയാണ് ഇവിടെ ഫില്ലായിട്ടുള്ളൂ. പിന്നെ SCക്കാർക്ക് 1096, ST 604. അപ്പോൾ SCയുടെ കേസ് 1062 ഫില്ലായത്. 595 STക്കാരും ഫില്ലായിട്ടുണ്ട്. അങ്ങനെ മൊത്തം 8619 വാക്കൻസിയിൽ നിന്ന് 8543 വാക്കൻസിയാണ് അവിടെ ഫില്ലായിട്ടുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് പേർക്ക് നിയമനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഈ ഒരു വാക്കൻസി പ്രകാരം ഇത്തവണത്തെ RPF കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ 4000-ലധികം വാക്കൻസി ഏകദേശം ഒരു 90-95% ഫില്ലാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വാക്കൻസി ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. 4000 വാക്കൻസി നിങ്ങൾ കണക്കാക്കണ്ട. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. വീഡിയോ യൂസ്ഫുള്ളായി ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരുന്ന അടിപൊളി റിക്രൂട്ട്മെൻറ്റാണ് RPF കോൺസ്റ്റബിൾ. മിനിമം 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റാണ്. ഉടനെ വരുന്നതാണ്, ഈ വർഷം തന്നെ റിലീസ് ചെയ്യുന്നതാണ് നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് വിവരം കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളെ അറിയിച്ചതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2015 നടന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. 2015 പറയുന്നത്. ഇതുകൂടാതെ 2019 റിക്രൂട്ട്മെൻറ്റ് എക്സാം നടത്തിയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. 2015 നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്.
അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ തുടർന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, റെയിൽവേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും പ്രിപ്പയർ ചെയ്യുന്നവരും ഈ വീഡിയോ കാണുക. കാരണം RPF റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ ഇതിനോടനുബന്ധമായ ക്വസ്റ്റ്യൻസൊക്കെ ഈ വർഷം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനോടനുബന്ധമായ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RPF കോൺസ്റ്റബിളിൻ്റെ സിലബസാണ്. ജനറൽ അവയർനെസ്, അരിത്തമെറ്റിക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് തുടങ്ങിയ സബ്ജക്റ്റുകളാവും ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ജനറൽ അവയർനെസ്സിൽ വന്ന ക്വസ്റ്റ്യൻസാണ്. 2015 RPF കോൺസ്റ്റബിളിലെ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസാണ്. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറൽ അവയർനെസ് എന്ന് വരുന്നത്. പിന്നെ 35 ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക് മാത്സ് എന്ന് വരുന്നുണ്ട്. അതുകൂടാതെ 35 ക്വസ്റ്റ്യൻസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ. 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിനാണ് എക്സാം നടത്തുക. അപ്പോൾ 2015 RPF കോൺസ്റ്റബിൾ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ് ഹാസ് ദ ലോങ്ങസ്റ്റ് ഇൻ്റർനാഷണൽ ബോർഡർ? ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതിനാണ് ലോങ്ങസ്റ്റ് നീളം കൂടിയ ഇൻ്റർനാഷണൽ ബോർഡർ ഉള്ളത്? അരുണാചൽ പ്രദേശാണ്. ഈ പറയുന്ന ഓപ്ഷൻസിലാണ് നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ആസാം. ഇതിൽ ലോങ്ങസ്റ്റ് ആയിട്ട് വരുന്നത് അരുണാചൽ പ്രദേശാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഫാബ്രിക്സ് ഈസ് നെയ്മഡ് ആഫ്റ്റർ എ ഫ്രഞ്ച് ഡ്രസ് മേക്കർ? ഉത്തരം ജോർജറ്റ് ആണ്. അടുത്ത ചോദ്യം, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സിക്കിസം? സിക്കിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഗുരു നാനക്കാണ് ശരി ഉത്തരം. അപ്പോൾ ഗുരു നാനക്ക് ജനിച്ചത് 1469 വർഷത്തിലാണ്. അദ്ദേഹം അന്തരിച്ചത് 1539. അപ്പോൾ ഗുരു നാനക്കാണ് സിക്കിസത്തിൻ്റെ ഫൗണ്ടർ. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഫസ്റ്റ് ഫൗണ്ടർ ഓഫ് പട്നാസ് ഫേമസ് സൂപ്പർ 30 ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് കോച്ചസ് എക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റുഡൻസ് ഫോർ IIT JEE? ആൻസർ വരുന്നത് ആനന്ദ് കുമാറാണ്. സൂപ്പർ 30 എന്നത് ഒരു പ്രസ്റ്റീജിയസ് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. പത്നയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പർ 30 എന്നത് ഒരു പ്രസ്റ്റീജിയസ് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ എളുപ്പമാണ്. ശ്രീ നരേന്ദ്രമോദി ഈസ് ദ ഡാഷ് ഓഫ് ഇന്ത്യ? പ്രൈം മിനിസ്റ്ററാണ് ഉത്തരം, എല്ലാവർക്കും അറിയാം. ആറാമത്തെ ചോദ്യം, നാഷണൽ യൂണിറ്റി ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ ഓൺ ഡാഷ്? ഏത് ദിവസത്തിലാണ് നാഷണൽ യൂണിറ്റി ഡേ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒക്ടോബർ 31 ശരി ഉത്തരം. നാഷണൽ യൂണിറ്റി ഡേ രാഷ്ട്രീയ ഏക്ത ദിവാസ് എന്ന പേരിലും അറിയപ്പെടും. എല്ലാ വർഷവും 31 ഒക്ടോബറിനാണ് ഇന്ത്യയിൽ ഇത് ആഘോഷിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബർത്ത് ആനിവേഴ്സറി, ജനിച്ച ആനിവേഴ്സറി വർഷമായിട്ടാണ് ഈ ഒരു നാഷണൽ യൂണിറ്റി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് കോണ്ടിനെൻ്റ് ഈസ് ദ ജിറാഫ് നേറ്റീവ് ടു? ആഫ്രിക്കയാണ് ശരി ഉത്തരം. അടുത്തത്, സുമോ ഈസ് എ ട്രഡീഷണൽ ഫോം ഓഫ് റെസ്ലിംഗ് ഓഫ് വിച്ച് കൺട്രി? സുമോ നമുക്കറിയാം ഒരു റെസ്ലിംഗ് ഇവൻ്റാണ്. കുറച്ച് തടി കൂടിയവർ റെസ്ലിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ജപ്പാനിലാണ്. അപ്പോൾ ജപ്പാനിലെ ട്രഡീഷണൽ ഫോം ഓഫ് റെസ്ലിംഗ് ആണ് സുമോ. അടുത്ത ചോദ്യം, അമീർ ഖുസ്രോ വാസ് ദ ഫേമസ് പോയിറ്റ് ഇൻ ദ കോർട്ട് ഓഫ് ഡാഷ്? അലാവുദ്ദീൻ ഖിൽജിയാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് മെഡിക്കൽ കണ്ടീഷൻസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2? ഡയബറ്റീസ് ആണ് ശരി ഉത്തരം. 11ാമത്തെ ചോദ്യം, ഹു ഈസ് എ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സ്? ഇന്ത്യൻ ആംഡ് ഫോഴ്സിലെ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? പ്രസിഡൻ്റ് ആണ് ശരി ഉത്തരം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് സുപ്രീം കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സ് വരുന്നത്. ഇന്ത്യൻ ആംഡ് ഫോഴ്സിൽ വരുന്ന 3 യൂണിഫോംഡ് സർവീസ് ആർമി, നേവി, എയർഫോഴ്സ് ആണ്. ഒരുപാട് പേർക്ക് അറിയാവുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ ഉത്തരം പ്രസിഡൻ്റ് ആണ്. ദ സർഫസ് ഓഫ് വിച്ച് ഓഫ് ദീസ് പ്ലാനറ്റ് ഈസ് നോട്ട് സോളിഡ്? ഓപ്ഷൻസ് കാണാം, ജൂപ്പിറ്റർ, മാർസ്, വീനസ്, മെർക്കുറി. ആൻസർ ജൂപ്പിറ്റർ ആണ്. അപ്പോൾ ജൂപ്പിറ്റർ ആണ് ഈ പറയുന്ന പ്ലാനറ്റുകളിൽ നോട്ട് സോളിഡ്, സോളിഡ് അല്ലാത്ത സർഫസ് വരുന്ന പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിത്ത് വിച്ച് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈസ് ലിത്തി എ ഫുഡ് ഐറ്റം ഫ്രം ബീഹാർ സ്റ്റഫ്ഡ്? ആൻസർ ഗ്രാം ഫ്ലവർ ആണ്. ഓണിയൻ, പൊട്ടാറ്റോ, വെജിറ്റബിൾസ് ആണ് അനദർ ഓപ്ഷൻസ്. അപ്പോൾ ഉത്തരം ഗ്രാം ഫ്ലവർ. അടുത്ത ചോദ്യം, വിച്ച് നാച്ചുറൽ ഫിനോമിനൻ കണ്ടക്ട്സ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഇൻ പ്ലാന്റ്സ്? സൺലൈറ്റ് ആണ്. ഓപ്ഷൻസ് റെയിൻ, തണ്ടർ, കോസ്മിക് റേസ് ഒക്കെ വരുന്നുണ്ട് ഓപ്ഷൻസ്. പക്ഷേ ഉത്തരം സൺലൈറ്റ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, അതർ ദാൻ ക്രിക്കറ്റ് വിച്ച് ഗെയിം ഓൾസോ ഹാസ് എ സ്ട്രൈക്കർ? ക്രിക്കറ്റ് അല്ലാതെ ഈ പറയുന്ന ഏത് ഇവൻറ്റിലാണ്, ഗെയിമിലാണ് സ്ട്രൈക്കർ ഉള്ളത്? ലൂഡോ, കോക്കോ, ക്യാരം, ചെസ്സ്. ക്യാരംസിലാണ് സ്ട്രൈക്കർ ഉള്ളത്. നമുക്കറിയാം ക്യാരം ബോർഡ് കളിക്കുമ്പോൾ സ്ട്രൈക്കർ ഉണ്ടായിരിക്കും. ക്യാരംസ് ആണ് ശരി ഉത്തരം. ബാക്കി വരുന്ന ഓപ്ഷൻസിൽ സ്ട്രൈക്കർ ഇല്ല.
അടുത്ത ചോദ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ഈസ് നോട്ട് വേജിങ് എ ബാറ്റിൽ അഗെയിൻസ്റ്റ്. ഉത്തരം ഉക്രൈനാണ്. അടുത്ത ചോദ്യം 17ാമത്തെ. വിച്ച് ഓഫ് ദീസ് പ്ലേസസ് ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം എ ലോക്കൽ വേർഡ് ഫോർ മാംഗ്രൂവ് ട്രീസ്? ആൻസർ വരുന്നത് സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ് എന്ന് പറയുന്നത് ഒരു മാംഗ്രൂവ് ഏരിയയാണ്. ബേ ഓഫ് ബംഗാളിൽ വരുന്ന ഒരു മാംഗ്രൂവ് ഏരിയയാണ് സുന്ദർബൻസ്. അടുത്ത ചോദ്യം വന്നത് നെയിം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ആൻസർ വന്നത് രഘുബർ ദാസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് യു ആർ ഇൻ റെഡ് ഫോർട്ട് വിച്ച് സിറ്റി ആർ യു വിസിറ്റിംഗ്? ഡൽഹിയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ പോർട്ട് സിറ്റി ഓൺ ദി അറേബ്യൻ സീ? വിശാഖപട്ടണമാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദീസ് ഏഷ്യൻ കൺട്രീസ് ഈസ് നോട്ട് ലാൻഡ് ലോക്ക്ഡ്? ഉത്തരം കംബോഡിയ. 22ാമത്തെ ചോദ്യം വിച്ച് വാസ് ദ ഫസ്റ്റ് ഹിൽ പാസഞ്ചർ റെയിൽവേ ഓപ്പൺഡ് ഇൻ ഇന്ത്യ ഇൻ 1881? 1881 ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഹിൽ പാസഞ്ചർ റെയിൽവേ ഏതാണ്? ഉത്തരം ദർജീലിംഗ് ഹിമാലയൻ റെയിൽവേ. ദർജീലിംഗ് ഹിമാലയൻ റെയിൽവേ DHR എന്നും അറിയപ്പെടും, കൂടാതെ ടോയ് ട്രെയിൻ എന്നും അറിയപ്പെടും. അടുത്ത ചോദ്യം വാട്ട് ഡസ് CO സ്റ്റാൻഡ് ഫോർ? CO എന്തിന് അടിസ്ഥാനമാക്കുന്നു? നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് നമ്മളെല്ലാവരും പഠിച്ചതാണ്. കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ഉത്തരം കാർബൺ മോണോക്സൈഡ്. CO സ്റ്റാൻഡ് ഫോർ കാർബൺ മോണോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാസ്ലീല ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗോഡ്? ഏത് ദൈവത്തിനെ അസോസിയേറ്റ് ചെയ്ത ഡാൻസ് ഫോമാണ് രാസലീല? ലോർഡ് കൃഷ്ണയാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്ത്യൻ ഓൺലൈൻ റീറ്റെയിൽ കമ്പനി? ഈ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഓൺലൈൻ റീറ്റെയിൽ കമ്പനിയായിട്ട് വരുന്നത്? ജബോങ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം ഫോർ മേക്കിംഗ് വിച്ച് സ്വീറ്റ് ഈസ് വിൻ്റർ മെലൺ ഓർ വൈറ്റ് ഗോഡ് സോക്ക്ഡ് ഇൻ ഷുഗർ സിറപ്പ്? ആൻസർ പെത്ത. ഇതൊരു ക്യാൻഡിയാണ്, ചോക്ലേറ്റ് ആണ്. ആഗ്രയിലാണ് ഇത് കാണപ്പെടുക, ഈ ഒരു ചോക്ലേറ്റ്. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ എസെൻഷ്യൽ കോമ്പോണൻറ്റ് ഓഫ് മോസ്റ്റ് ആസിഡ്സ്? ഹൈഡ്രജൻ ആണ് ശരി ഉത്തരം. ഓക്സിജൻ, ഹീലിയം, നൈട്രജൻ ഓപ്ഷൻസ് ആണ്. ഹൈഡ്രജൻ ശരി ഉത്തരം. അടുത്ത ചോദ്യം സർ ക്രീക്ക് ഈസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഡാഷ്? ഇന്ത്യയുടെയും പിന്നെ ഏത് ടെറിട്ടറിയുടെ ബിറ്റ്വീൻ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? പാകിസ്ഥാനാണ് ശരി ഉത്തരം. അപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ വരുന്ന ഡിസ്പ്യൂട്ട് ചെയ്യുന്ന ടെറിട്ടറിയാണ് സർ ക്രീക്ക്. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദീസ് ഈസ് എസെൻഷ്യൽ ടു കീപ് ബോൺസ് സ്ട്രോങ് ഇൻ ദ ബോഡി? അതായത് ഈ പറയുന്നവയിൽ ഏതാണ് എല്ലുകൾക്ക് ഉറപ്പ് വരുത്താൻ ബോഡിയെ സഹായിക്കുന്നത്? അയോഡിൻ, സിങ്ക്, ഫാറ്റ്, കാൽഷ്യം. കാൽഷ്യമാണ് ശരി ഉത്തരം. അപ്പോൾ എല്ലുകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നത് കാൽഷ്യമാണ്. അടുത്ത ചോദ്യം വരുന്നത് ഹൗ മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോഡിയാക് സൈൻസ് ആർ ദർ ഇൻ ആസ്ട്രോളജി? ജ്യോതിഷത്തിൽ എത്ര സോഡിയാക് സൈൻസ് ഉണ്ട്? 12 ആണ് ശരി ഉത്തരം. അപ്പോൾ സോഡിയാക് സൈൻസ് 12 തരത്തിലുണ്ട്. അടുത്ത ചോദ്യം ദ നോബൽ പീസ് പ്രൈസ് ഫോർ 2014 ഹാസ് ബീൻ അവാർഡഡ് ടു? കൈലാസ് സത്യാർത്ഥി ആൻഡ് മലാല യൂസഫ്സായി. ഇവർക്കാണ് നോബൽ പ്രൈസ് 2014 നോബൽ പ്രൈസ് കിട്ടിയത്. അടുത്ത ചോദ്യം ദി ഓട്ടോബയോഗ്രഫി ഓഫ് വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് ടൈറ്റിൽഡ് ആത്മകഥ വിച്ച് ഹി റോട്ട് ഡ്യൂറിങ് ഹിസ് പ്രിസൺ ടൈം ഇൻ ബങ്കിപ്പോർ ജയിൽ ഇൻ പത്ന? ആത്മകഥ എന്ന ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി ഈ പറയുന്നവയിൽ ഏത് ഫ്രീഡം ഫൈറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയത്? അദ്ദേഹം ബങ്കിപ്പൂർ ജയിലിൽ പത്നയിൽ പ്രിസൺ ടൈമിലായിരുന്നു. അപ്പോൾ ഉത്തരം രാജേന്ദ്ര പ്രസാദാണ് ശരി ഉത്തരം. രാജേന്ദ്ര പ്രസാദിൻ്റെ ഓട്ടോബയോഗ്രഫി പേരാണ് ആത്മകഥ. അടുത്ത ചോദ്യം വിച്ച് വാസ് ദ ഫസ്റ്റ് എലമെൻറ്റ് ടു ബി ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ്? ഉത്തരം ടെക്നീറ്റിയം. അടുത്ത ചോദ്യം ഹു വാസ് ദ ഹോസ്റ്റ് ഓഫ് TV ഷോ ബിഗ് ബോസ് 8? ബിഗ് ബോസ് 8ൻ്റെ TV ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആര്? സൽമാൻ ഖാനാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റ്? ഈ പറയുന്നവയിൽ ഏതാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റ് അല്ലാത്തത്? ഫേസ്ബുക്ക്, ഹൈക്ക്, വിക്കിപീഡിയ, ട്വിറ്റർ. വിക്കിപീഡിയയാണ് ശരി ഉത്തരം. ബാക്കി വരുന്ന എല്ലാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റ് ആണ്. അടുത്ത ചോദ്യം ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ അറൗണ്ട് വിച്ച് ഡേറ്റ് ഡസ് ദ സമ്മർ സോൾസ്റ്റൈസ് ഒക്യുർ? 21 ജൂണാണ് ശരി ഉത്തരം. സമ്മർ സോൾസ്റ്റൈസ് മിഡ് സമ്മർ എന്ന പേരിലും അറിയപ്പെടും. അടുത്ത ചോദ്യം വന്നത് വിച്ച് ഓഫ് ദീസ് ഫ്രൂട്ട് ഈസ് നോട്ട് റിച്ച് ഇൻ വൈറ്റമിൻ സി? ഈ പറയുന്ന ഫ്രൂട്ടുകളിൽ വൈറ്റമിൻ സി ഇല്ലാത്തത് ഏത്? ഓറഞ്ച്, കിവി, ലെമൺ, ആപ്പിൾ. ആപ്പിളാണ് ശരി ഉത്തരം. ഓറഞ്ച്, കിവി, ലെമൺ തുടങ്ങിയവ വൈറ്റമിൻ സി റിച്ച് സോഴ്സസ് ആണ്.
ആപ്പിള് വൈറ്റമിൻ സി ഘടകം ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. അടുത്ത ചോദ്യം, ദീപിക കുമാരി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ദീപിക കുമാരി ഏത് സ്പോർട്ട് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഷൂട്ടിംഗ്, റെസ്ലിംഗ്, ആർച്ചറി, ഫുട്ബോൾ. ശരി ഉത്തരം ആർച്ചറിയാണ്. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ വനിതയാണ് ദീപിക കുമാരി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് കൺട്രീസ് ഈസ് ആൻ ആർച്ചിപ്പിലാഗോ? ഉത്തരം ഫിലിപ്പൈൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൈറ്റ് 17 വിച്ച് വാസ് ഷോട്ട് ഡൗൺ ഓവർ ഉക്രൈൻ വാസ് എ ഷെഡ്യൂൾഡ് ഇൻ്റർനാഷണൽ പാസഞ്ചർ ഫ്ലൈറ്റ് ടു ക്വാല ലുംബൂർ ഫ്രം? ആംസ്റ്റർഡാം ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം വന്നത്, മാനിക് സർക്കാർ വാസ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഡാഷ്? ആസാം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, സിക്കിം. ശരി ഉത്തരം വരുന്നത് ത്രിപുരയാണ്. അപ്പോൾ 1998 മുതൽ 2018 വരെ ത്രിപുര സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു മാനിക് സർക്കാർ. അടുത്ത ചോദ്യം, കസിരംഗ നാഷണൽ പാർക്ക് ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ ഡാഷ്? അപ്പോൾ വൺ ഹോൺഡ് റൈനോസിറോസ് ആണ് കസിരംഗ നാഷണൽ പാർക്കിൽ ഫേമസ് ആക്കുന്നത്. അടുത്ത ചോദ്യം വന്നത്, വിച്ച് വാസ് ദ ലാസ്റ്റ് ഓട്ടോണമസ് ടെറിട്ടറി ഓർ പ്രൊട്ടക്ടറേറ്റ് ടു ഇൻറ്റിഗ്രേറ്റ് വിത്ത് ദ ഇന്ത്യൻ യൂണിയൻ? ഉത്തരം സിക്കിമാണ്. അടുത്ത ചോദ്യം, വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ 2016 സമ്മർ ഒളിമ്പിക് ഗെയിംസ്? 2016 ഒളിമ്പിക്സ് ഗെയിം ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നാണ് അന്ന് ചോദിച്ച ചോദ്യം. ബ്രസീലായിരുന്നു ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാൺ ഓഫ് കുച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? റാൺ ഓഫ് കുച്ച് ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഗുജറാത്താണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ന്യൂ യൂണിവേഴ്സിറ്റി നെയ്മഡ് ആഫ്റ്റർ ആൻ ആൻഷ്യൻ സെൻറ്റർ ഓഫ് ലേണിംഗ് ഇൻ ഇറ്റ്സ് വിസിനിറ്റി ബിഗാൻ ഇറ്റ്സ് അക്കാഡമിക് സെഷൻ ഇൻ 2014? ഉത്തരം നളന്ദ. അടുത്ത ചോദ്യം, ദ സൈൻ ഫോർ വിച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഈസ് ദ ലോഗോ ഓഫ് ദി റെഡ് ക്രോസ് സൊസൈറ്റി? റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ലോഗോ ഏത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ സൈനാണ്? അപ്പോൾ അഡീഷനാണ് ഉത്തരം. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ലോഗോ അഡീഷൻ രൂപത്തിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ റൂളിംഗ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വെൻ ദ പവർ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ദ ബ്രിട്ടീഷ് ക്രൗൺ? ഉത്തരം ലോർഡ് കാനി. അടുത്ത ചോദ്യം, വാങ്ചുക് ഡൈനാസ്റ്റി ഈസ് ദ റൂളർ ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിൻ്റെ റൂളറാണ് വാങ്ചുക് ഡൈനാസ്റ്റി? ഭൂട്ടാനാണ് ശരി ഉത്തരം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഹാവ് നെവർ സെർവ്ഡ് ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? രാംവിലാസ് പാസ്വാനാണ് ശരി ഉത്തരം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ പറഞ്ഞ 50 ചോദ്യങ്ങളാണ് ജനറൽ അവയർനെസ് 2015 RPF കോൺസ്റ്റബിൾ സിലബസ് വൈസ് വന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഉടനെ തന്നെ റിക്രൂട്ട്മെൻറ്റുകൾ വരുന്നതാണ്. റെയിൽവേയുടെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ വരാൻ പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 2019 സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.